അപ്പോ ഒരു തവണ വരയ്ക്കാം. നമ്മള് ദാന്ന് എഴുതുന്നത് പോലെ മലയാളത്തില് ദാന്ന് എഴുതുന്നത് പോലെ ഒരു ഷേപ്പ് വരയ്ക്കാണ് വേണ്ടത്. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഇത് സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കുന്ന എന്തിനാ വെച്ചാല് സ്കെച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പൊ ഒരു താന്ന് ഇങ്ങനെ ചെയ്യാം, തല തിരിച്ചിട്ട് അപ്പൊ ഇങ്ങനെ താന്ന് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യാം, അതിന് നടുവിലൊരു രണ്ടും കൂടെ ചേരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ നേരെ ഇങ്ങനെ ഒരു ലൈന് ഇങ്ങനെ മുകളിലേക്ക് വരും. താന്ന് എഴുതി അതിന്റെ നടുന്ന് ഒരു ലൈൻ ഇങ്ങനെ മുകളിലേക്ക് വരച്ചു. ഒരു ലൈൻ, ആ ലൈൻ ഇങ്ങനെ അതിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ താഴേക്കും വരിക. അപ്പൊ നമ്മൾ ഒരു നൂലിന്റെ മേലെ ഒരു ധാന്യം ഇങ്ങനെ കോർത്ത് വെച്ച പോലെ ഉണ്ടാവും. ഒരു നൂല് ആ നൂലിന്റെ പകുതിയില് ഒരു ദാന്ന് പറഞ്ഞ മലയാളത്തിലെ ഒരു അക്ഷരത്തിൽ ഇങ്ങനെ കെട്ടി വെച്ച പോലെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് നമ്മള് അതില് ഇവിടെ നമ്മൾ ഈ വരച്ച ലൈനില് ഈ ലൈനിന്റെ കുറച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ വരും. ആ താൻ എഴുതിയ ആ അക്ഷരത്തിന്റെ സെന്ററിലേക്ക് പിന്നെ ഒരു ക്യാപ്പ് വെച്ചത് പോലെ ഒരു ക്രിസ്മസ് പാന്റെ ഒക്കെ ക്യാപ്പ് ഉണ്ടാവും, അതുപോലത്തെ ഒരു ഷേപ്പ് വരും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്കിപ്പോ ഇവിടെ ഒരറ്റമുണ്ട്, ഇവിടെ ഒരറ്റമുണ്ട്, ഇതിന്റെ സെന്ററിൽ ഒരറ്റം ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരും. അറ്റം മാറ്റി ഇവിടെ ഒരു അറ്റമുണ്ട്, ഇവിടെ ഒരു അറ്റമുണ്ട്, അതേപോലെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ അറ്റത്തിന് ഇങ്ങനെ ഒരു ലൈന് ഇതേപോലെ നോട്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരും, പുറകിലൂടെ ഇങ്ങനെ വരുന്ന ലൈൻ ഇങ്ങനെ ഇങ്ങനെ വരും. അത് ഇങ്ങനെ കിട്ടി
ഇങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, ഇല്ല. മുകൾ ഭാഗത്ത് അങ്ങനെ കിട്ടി. താഴ്ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഫസ്റ്റ് മലയാളത്തിൽ എന്താണ് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ ആക്കി അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വരച്ച ഈ ഭാഗം മായ്ച്ചു കളയും. ഈ വരി മായ്ച്ചു കളയും. ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഇങ്ങനെ ഒരു ലൈൻ വരും. ഇങ്ങനെ ഒരു ലൈൻ വരും. പിന്നെ ഈ ലൈന് ഫുള്ളായിട്ട് മായ്ക്കേണ്ട അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മായ്ക്കുക. നമുക്ക് ആ ഷേപ്പ് ഒന്ന് മാറ്റണം. ലൈൻ ഫുള്ളായിട്ട് മായ്ക്കണം. നമുക്ക് അവിടെ കാണാം, വര അവിടെ കാണണം. നമ്മൾ അവിടെ ആ ഷേപ്പിനൊന്ന് ഇങ്ങനെ മാറ്റിച്ചാൽ ചെറിയ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ഇവിടെ പോലെ തന്നെ എന്താ എങ്ങനെയാന്ന് ചോദിച്ചാല് ഈ ഇത്രയും ഭാഗം വരച്ചോ? ഇനി ഇവിടെയാണോ? ഇവിടെയാണോ സത്യം? ഇവിടെ ഈ ലൈന് മായ്ച്ചു കളഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാ, ഇങ്ങനെ നമ്മൾ ഞാൻ എഴുതുന്നത് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വരും. ഇതേപോലെ അപ്പുറത്തെ സൈഡില് ഇങ്ങനെ 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 അങ്ങനെ 4 സൈഡിലും വരയ്ക്കും. ഇവിടെ നമ്മളൊരു കപ്പ് പോലെ ഒരു ഭാഗം വരച്ചിട്ടുണ്ടായിരുന്നു. ആ കപ്പ് പോലെ വരച്ചതിന്റെ ഈ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന് കുറച്ചും കൂടെ ഇങ്ങനെ താഴേക്ക് അയക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ
അപ്പൊ ഇങ്ങനെ ഇത് ഈ ലൈനില് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഈ ലൈനില് പത്ത് സൈഡിൽ അതേപോലെ ഇങ്ങനെ 1 ഇപ്പൊ ശരിയാണോ? ഓക്കെ. എന്നിട്ടോ ഇങ്ങടാണോ? ഇങ്ങടാണോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇങ്ങനെ പട്ടൊക്കെ ഇവിടുന്ന് 1 2 3 4 5 1 2 3 4 5 6 അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ ബബിൾസ് ഇങ്ങനെ ഓരോ ലൈൻസ് വരും. അതാണ് നമുക്ക് കളറ് ചെയ്യാനുള്ളത്. ഇതിന്റെ അടുത്ത് എന്ത് ചെയ്യാം, ലെവലിന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇപ്പൊ കാണുന്നുണ്ടോ? ഏതാ കാണാത്തെ? ഇപ്പൊ ഞാൻ വരച്ചതാണോ കാണാത്തെ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴോ? ഏ ആണല്ലേ? നിങ്ങൾ ഫോണില് ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാലും ചിലപ്പോൾ ശരിയാവുന്നുണ്ടാവും. ഇങ്ങനെ എടുത്താക്കി വെച്ചാലും ചിലപ്പോൾ ശരിയാവുന്നുണ്ടാവും. പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് വേണ്ട, ഈ വല വേണ്ട.
അപ്പൊ ഇനി കളർ ചെയ്യണം. അപ്പൊ വരച്ചു കഴിഞ്ഞാൽ പറയും. കഴിഞ്ഞു. ശരി ശരി. അപ്പൊ ഇതിന് കളർ ചെയ്യണം. ഇത് എന്താണെന്നറിയോ? എന്താണ്? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പാണ്. ശരി. അപ്പൊ ചുവപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് വെറും ചുവപ്പ് കൊടുക്കരുത്. വെറും ചുവപ്പ് കൊടുത്തു കഴിഞ്ഞാല് ഇന്നലെ നമ്മൾ തണ്ണിമത്തം വരച്ചപ്പോ ചെയ്തില്ലേ, അതില് കടും കളറും ഇളം കളറും ഉണ്ടാവും. ചുവപ്പ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പെൻസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പെൻസിലിന്റെ കളർ ചുവപ്പാണ്. ഇതിന്റെ ഒരു വശത്തുള്ള ചുവപ്പ് ഈ സൈഡിലുള്ള ചുവപ്പും ഇപ്പുറത്തെ സൈഡിലുള്ള ചുവപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ലൈറ്റ് ആണ്, ഇവിടെ ഇപ്പുറത്ത് ഡാർക്കാണ്. ഞാൻ തിരിച്ചു വെച്ച് കഴിഞ്ഞാലോ, അപ്പൊ ആദ്യം ഡാർക്ക് ഉണ്ടായിരുന്ന ഭാഗം ഇപ്പൊ ലൈറ്റ് ആയി, ആദ്യം ലൈറ്റ് ഉണ്ടായിരുന്ന ഭാഗം ഇപ്പൊ ഡാർക്കായി. അതായത് ഇനി ഇതിന് ഒരേ കളർ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാനിവിടെ ഈ വിരലിങ്ങനെ വെച്ച് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്നത് വേറെ കളറാണ്. ഞാൻ കൈ എടുക്കുമ്പോൾ വേറെ കളറാണ്. കൈ ഇവിടെ വെച്ചപ്പോ വേറെ കളറാണ്. കൈ എടുത്തപ്പോ ഒരു സൈഡില് ചുവപ്പ് ലൈറ്റ് ചുവപ്പായി, മറ്റേ സൈഡില് ഡാർക്ക് ചുവപ്പായി. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ നിഴലൊക്കെ ഉണ്ട്. ഈ സൈഡില് ഇവിടെ നിഴലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പെൻസിലിന്റെ കുഴപ്പമല്ല, അതിന്റെ മേലെ വെളിച്ചം വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ്. അപ്പൊ അതേപോലെ ചെമ്പരത്തിന്റെ കളർ ചുവപ്പാണ്, ശരിയാണ്. ചെമ്പരത്തി നിൽക്കുന്ന ഭാഗത്ത് വെയിലൊക്കെ ഉണ്ടാവും. വെയിൽ തട്ടുമ്പോൾ ചെമ്പരത്തിയിൽ വെളിച്ചം തട്ടുന്ന സ്ഥലത്ത് ലൈറ്റ് കളർ ഉണ്ടാവും. വെളിച്ചം തട്ടുന്നതിന്റെ ഓപ്പോസിറ്റ് കളർ. അപ്പൊ ഈ സൈഡില് വെളിച്ചം വരുന്നോണ്ടാണ് ഞാൻ ഇപ്പൊ കൈ വെച്ചപ്പോ വെളിച്ചം അവിടെ ബ്ലോക്ക് ആയി. അപ്പോഴാണ് അതിന് ഡാർക്ക് കളർ കിട്ടിയത്. കൈ എടുത്തപ്പോ ലൈറ്റ് വന്നു. ലൈറ്റ് വന്നപ്പോ ആ ലൈറ്റ് തട്ടുന്ന ഭാഗത്ത് ചുവപ്പിന്റെ കളർ ലൈറ്റ് ആയിപ്പോയി. ഇപ്പുറത്ത് അപ്പുറത്ത് തട്ടുന്ന അത്രയും വെളിച്ചം ഇപ്പുറത്ത് തട്ടുന്നില്ല, അതുകൊണ്ട് ഈ സൈഡില് ചുവപ്പിന്റെ കളർ ഡാർക്കാണ്. ഇതേപോലെ ഈ പെൻസിലുള്ള പോലെ തന്നെ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. പിന്നെ വെളിച്ചം തട്ടുന്ന ഭാഗത്ത് ഉണ്ടാവും ലൈറ്റ് കളർ ഉണ്ടാവും, അല്ലാത്ത ഭാഗത്ത് ഡാർക്ക് കളർ ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലവർ നമ്മൾ വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ വരയ്ക്കും. അപ്പൊ ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കളർ കൊടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് എവിടെയാ ലൈറ്റ് കൊടുക്കേണ്ടത്, എവിടെയാ ഡാർക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലൈറ്റ് ഈ ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ നമ്മൾ പറയാണ് ഈ ഭാഗത്തു നിന്നാണ് ഇതിന്റെ മേലേക്ക് സൂര്യന്റെ വെളിച്ചം വരുന്നത്. സൂര്യന്റെ വെളിച്ചം മാത്രമല്ല, എന്ത് വെളിച്ചമാവാം. പിന്നെ ഇപ്പൊ നമ്മള് രാത്രി സമയത്താണ് ഈ ഫ്ലവറിനെ നോക്കുന്നെങ്കിൽ നമ്മളുടെ വീട്ടിലും മറ്റും ബൾബ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൾബിന്റെ വെളിച്ചമാവാം, എന്തെങ്കിലും ഒരു വെളിച്ചം. അപ്പൊ അത് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നല്ല വെളിച്ചം തട്ടും. ഈ ഭാഗത്ത് ഈ അടിഭാഗത്ത് വെളിച്ചം തട്ടുന്നത് കുറവായി. പിന്നെ ഇവിടെ ഒരു കുഴിയുണ്ട്, അകത്തേക്ക് ഒരു കുഴിഞ്ഞ ഭാഗമാണ്, അവിടെയും വെളിച്ചം തട്ടുന്നത് കുറവായി, കാരണം കുഴിയാണ്. അപ്പൊ കുഴിയിൽ വെളിച്ചം തട്ടില്ല. പിന്നെ അതിന്റെ പുറകിൽ ഇവിടെയുണ്ട് ഒരു കുഴി പോലുള്ള ഒരു ഭാഗമുണ്ട്, അവിടെയും വെളിച്ചം തട്ടുന്നത് കുറവായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ എതളിന്റെ കളറൊക്കെ ചുവപ്പാണ്. ചുവപ്പിൽ നന്നായിട്ട് വെളിച്ചം തട്ടുമ്പോൾ വെളിച്ചം ഉള്ള ചുവപ്പ്, അതിന് നമ്മൾ ലൈറ്റ് ചുവപ്പ് എന്ന് പറയും. വെളിച്ചമുള്ള ചുവപ്പ്, നല്ല വെളിച്ചം തട്ടും, അതിന്റെ കളർ ചുവപ്പാണ്. നല്ല വെളിച്ചം തട്ടുന്ന സ്ഥലത്ത് വെളിച്ചമുള്ള ചുവപ്പ്, അതിന് നമ്മൾ ലൈറ്റ് ചുവപ്പ് എന്ന് പറയും. വെളിച്ചമില്ലാത്ത ഭാഗത്തിന് നമ്മൾ ഇരുണ്ട ഭാഗം ഡാർക്ക് എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ആ ഫ്ലവറിന്റെ കളർ ചുവപ്പാണ്, പക്ഷെ അവിടെ ഇരുട്ടാണ്. ഇരുട്ടിനെ നമ്മൾ ഡാർക്ക് എന്ന് പറയും. അപ്പൊ അവിടെയുള്ള ചുവപ്പിനെ നമ്മൾ ഡാർക്ക് ചുവപ്പ് അല്ലെങ്കിൽ കടും ചുവപ്പ് എന്ന് പറയും. അത് ഇവിടെയാണ്. അതുപോലെ ഈ കുഴിഞ്ഞ ഭാഗത്തൊക്കെയാണ് ഡാർക്ക് ചുവപ്പ് അല്ലെങ്കിൽ കടും ചുവപ്പ്. ഇവിടെ ലൈറ്റ് ചുവപ്പാണ്. ഇനി എന്തിനാ നമ്മൾ ഈ
ഈ കളേഴ്സ് ഒക്കെ എടുക്കണമെന്ന് വെച്ചാല് ഇതാണ് ചുവപ്പ്. ചുവപ്പിനെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കൂടെ ചേർക്കുന്ന കളറാണ് മഞ്ഞ. ചുവപ്പിനെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്ന കളറാണ് ബ്രൗൺ. അപ്പൊ ഈ 3 കളറും നമ്മൾ എടുക്കും. പിന്നെ ഓറഞ്ച് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇതിന്റെ ഇടയിൽ വരുന്ന കളറാണിത്. മഞ്ഞയും ചുവപ്പും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന കളറാണ് ഓറഞ്ച്. അപ്പൊ അത് നമ്മുടെ കളർ ബോക്സിൽ ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. പിന്നെ ബ്രൗൺ. അങ്ങനെ ഈ 4 കളറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മഞ്ഞ, ഓറഞ്ച്, റെഡ്, ബ്രൗൺ. 4 കളറും വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, കളർ കൊടുക്കും. ശരി, അപ്പൊ കളർ കൊടുക്കും. അപ്പൊ ഈ ഇവിടെ ഉണ്ടല്ലോ വെളിച്ചം വന്നിട്ട് നേരിട്ട് തട്ടുന്ന സ്ഥലം, ആ ഭാഗത്തിന് നമ്മൾ ഹൈലൈറ്റ് നടക്കും. നല്ല വെളിച്ചുള്ള സ്ഥലം, വെയില് നേരിട്ട് കൊള്ളുന്ന സ്ഥലം. വെയില് നേരിട്ട് കൊള്ളുന്ന സ്ഥലത്ത് നമ്മൾ നല്ല വെളിച്ചുള്ള സ്ഥലമായിട്ടാണ് കളർ കൊടുക്കുന്നത്. നല്ല വെളിച്ചുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അതിന്റെ കളർ നല്ല വെളിച്ചം വൈറ്റ് ആയിട്ട്. നമ്മൾ വരക്കുന്ന പേപ്പറിന്റെ കളറും വൈറ്റാണ്. ഈ വൈറ്റ് പേപ്പറിൽ നമ്മൾ പിന്നെ വൈറ്റ് കളർ എടുത്തിട്ട് കൊടുക്കുന്നത്. പകരം എന്ത് ചെയ്താൽ മതി, അവിടെ കളർ കൊടുക്കേണ്ട സ്ഥലം അവിടെ വിൽക്കാനില്ല. അപ്പൊ അവിടെ വൈറ്റ് ആയിട്ട് തോന്നിക്കും. അപ്പൊ നല്ല വെളിച്ചം തട്ടുന്ന വെയിലൊക്കെ നേരിട്ട് വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് നമ്മൾ കളർ കൊടുക്കുന്നത് അവിടെ വെളിച്ചത്തിന്റെ തിളക്കമായി. അന്ന് പിന്നെ ഈ ചെമ്പുപാത്രമൊക്കെ മുറ്റത്ത് വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ തിളങ്ങുന്നു, അങ്ങനെ തിളക്കമായി. അപ്പൊ അവിടെ നമ്മൾ കളർ കൊടുക്കേണ്ട നല്ല വെളിച്ചുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ തൊട്ടടുത്തൊക്കെയാണ് ഏറ്റവും വെളിച്ചമുള്ള ചോപ്പ് ഉണ്ടാവുക, അതായത് വളരെ ലൈറ്റ് ചോപ്പ്. അപ്പൊ ചോപ്പിന് ലൈറ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞു മഞ്ഞ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഇവിടെ മഞ്ഞ ചേർക്കുക. മഞ്ഞ ചേർക്കുക പറഞ്ഞാല് നമ്മള് വാട്ടർ കളറാണെങ്കിൽ നമുക്ക് ഒരു മഞ്ഞ കുറച്ചെടുത്തിട്ട് ചോപ്പ് അതിന്റെ കൂടെ ചേർത്തിട്ട് ഫ്രഷ് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. പെൻസിൽ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മഞ്ഞ ചോപ്പിൽ മിക്സ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ മഞ്ഞ ഒഴിക്കും, പിന്നെ അതിന്റെ മേലെ ചോപ്പ് ഒഴിക്കും. അപ്പൊ മഞ്ഞിന്റെ കൂടെ മിക്സ് ആയിട്ട് ചോപ്പ് കിട്ടി. അപ്പൊ ഇവിടെ കുറച്ച് വൈറ്റ് ഭാഗം ഇട്ടു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, മഞ്ഞ കൊടുത്തു. ഇത് ഈ ഭാഗത്തൊക്കെ മഞ്ഞ കൊടുക്കും. ഇവിടെ ഈ കുഴിഞ്ഞ ഭാഗത്തൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അവിടെ ലൈറ്റുള്ള ചോപ്പല്ല ഉണ്ടാവുക, കുറച്ച് ഡാർക്ക് ചോപ്പാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഇങ്ങനെ മഞ്ഞ കൊടുക്കും. മഞ്ഞ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഓറഞ്ച് ഇട്ട് നമ്മൾ ഓറഞ്ച് പറഞ്ഞ മഞ്ഞയുടെ കൂടെ ചോപ്പ് ചേരുമ്പോഴാണ് ഓറഞ്ച് ആവുന്നത്. നമ്മൾക്ക് ഓറഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഓറഞ്ച് എന്ത് ചെയ്യുക, ഈ സൈഡിൽ കൊടുക്കും. ഈ വെളിച്ചുള്ള ഭാഗത്ത് കുറച്ച് ഓറഞ്ച് കൊടുക്കും. ഇനി നമുക്ക് കടും കളർ വേണം, ചോപ്പ് വേണം. ഇതാണ് ഇതിന്റെ ശരിക്കുള്ള കളർ എന്ന് പറയുന്നത് ചോപ്പാണ്. അപ്പൊ ചോപ്പ് കൊടുക്കുക. ഈ ചോപ്പ് എടുക്കുക. ചോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെയാണ് നല്ല വെളിച്ചം കുറഞ്ഞ സ്ഥലം, ഒരു കടും റെഡ് ഉണ്ടാവുന്ന സ്ഥലം അടി ഉണ്ടാവില്ല. പൂരിലേക്ക് നമ്മൾ പറഞ്ഞു വെളിച്ചം വരുന്നുണ്ട്, വെളിച്ചം വറ്റുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ലൈറ്റുള്ള ചോപ്പായിരിക്കും, അതായത് ഇളം ചോപ്പായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നന്നായിട്ട് കടും ചോപ്പ് കിട്ടാൻ വേണ്ടിട്ട് റെഡിന് നന്നായിട്ട് അമർത്തി കൊടുക്കും. റെഡ് തനിയെ കൊടുത്തു കഴിഞ്ഞാല് റെഡിന് ഇത്രയും കളർ കിട്ടില്ല. നമ്മളവിടെ ഓറഞ്ചും മഞ്ഞയൊക്കെ താഴെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും റെഡ് കിട്ടുന്നത്. ഇതിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വരക്കട്ടോ, അത് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെയൊന്നും വരയ്ക്കരുത്. അപ്പൊ പൂവിന്റെ ഇലവിന്റെ ഇതുണ്ടല്ലോ, ആ പൂവിന്റെ തന്നെ ഇങ്ങനെ ഒരു വരയുണ്ട്, ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പൊ പെൻസിൽ അതേപോലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എതളിന്റെ പോലെ കളറാവുമ്പോഴാണ് അതിന് എതളാണ് കൂടുതൽ തോന്നും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ പൂവിന്റെ എതളാന്ന് തോന്നുന്നില്ല.
ഇനി അതിൽ ഈ കുഴിഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഇല്ലേ, അവിടേക്കാണ് കൂടുതൽ ഇരുട്ട് വേണ്ടത്. കാരണം അവിടെ കുഴിഞ്ഞ ഭാഗമാണ്. അപ്പൊ നമ്മള് പെൻസിൽ ഇങ്ങനെ നന്നായി അമർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അമർത്തുന്നു, കുറച്ച് കുറച്ച് കൊടുത്തു കഴിഞ്ഞാല് അവിടേക്ക് നല്ല ഇരുട്ടുള്ള പോലെ വരും. ഇവിടെ അമർത്തുക ഈ അടിഭാഗത്ത്, പിന്നെ പെൻസിൽ മുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അമർത്തുന്നത് കുറക്കും. അപ്പൊ ഇവിടെയൊക്കെ മഞ്ഞയാണ്. മഞ്ഞ എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ മഞ്ഞല്ല, വെളിച്ചം അതിനെ മഞ്ഞ പോലെ നമുക്ക് അല്ലെങ്കിൽ ഓറഞ്ച് പോലെയൊക്കെ തോന്നിപ്പിക്കുക, ലൈറ്റുള്ള ചോപ്പാണ്. പക്ഷെ ഈ ഉൾഭാഗത്ത് പൊളിഞ്ഞ ഭാഗത്ത് എന്താണ്, അവിടെ റെഡ് തന്നെയാണ്. കാരണം അവിടെ വെളിച്ചങ്ങൾ തട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കളർ വന്നു. ഇവിടെ റെഡ് കൊണ്ട് ഇങ്ങനെ ഓരോ വരയൊക്കെ വരക്കാം. ഇവിടെ നമ്മൾ വൈറ്റ് വിട്ട ഭാഗത്തും എല്ലാം കൊണ്ട് ഇങ്ങനെ വൈറ്റ് വേണം, എല്ലാം കൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോ വര വരും. കുറച്ച് വൈറ്റ് അവിടെ വേണം. സോപ്പ് വെച്ചിട്ട് ഈ പൊടിഞ്ഞ ഭാഗത്ത് അടിഭാഗത്തേക്ക് സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇനി ഇതിന്റെ ഉൾഭാഗം ഉണ്ടല്ലോ അതവിടെ, അവിടെ കടും ചോപ്പാണെന്ന് പറഞ്ഞു. കടും ചോപ്പ് കിട്ടാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ചോപ്പിന്റെ കടും കളർ ആവാന് എന്ത് ചെയ്യാം, ചോപ്പിന്റെ കൂടെ ബ്രൗൺ ചേർത്ത്, ചോപ്പിന്റെ കൂടെ ബ്രൗൺ ചേർത്ത് കഴിഞ്ഞാൽ കടും ചോപ്പ് കിട്ടും. അപ്പൊ അതിവിടെ കടും ചോപ്പ് കൊടുക്കുക. അപ്പൊ ആദ്യം ഇങ്ങനെ ചോപ്പ് കൊടുത്തു, ഇനി അതിന് കടും കളർ ആവാൻ വേണ്ടിയിട്ട് ബ്രൗൺ കൊടുക്കും. അതിനകത്ത് ഇങ്ങനെ ബ്രൗൺ കൊടുക്കും. അപ്പൊ നമുക്കവിടെ നല്ല ഇരുട്ട് തോന്നും. സോപ്പിന്റെ കൂടെ കാപ്പി ചേർക്കുമ്പോൾ കടും കളർ കിട്ടും. അവിടെ ഇങ്ങനെ ഇരുട്ടുള്ള പോലെ തോന്നും, നല്ല ഇരുട്ടുള്ള പോലെ തോന്നി കടും കളറായിട്ട്. അപ്പൊ അങ്ങനെ ഒരു കളർ അവിടെ കൊടുക്കും. ഇതുപോലത്തെ ഒരു കളറാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഈ അടിഭാഗം ഇവിടെ ഇങ്ങനെ ചുവപ്പ് വെക്കും. മുകളിലേക്ക് എത്തുമ്പോൾ ചുവപ്പ് ലൈറ്റ് ആവണം. ചുവപ്പ് കൊടുത്തു, അതില് അടിഭാഗത്ത് ചുവപ്പിന്റെ കൂടെ ബ്രൗൺ കൊടുക്കുക. അപ്പൊ കടും ചുവപ്പാവും. മുകൾ ഭാഗത്ത് ചുവപ്പിന്റെ കൂടെ ഓറഞ്ച് കൊടുക്കാം. മഞ്ഞ ഓറഞ്ച് കൊടുത്തതിന് നമുക്ക് ലൈറ്റ് ആക്കാം. ഇവിടെ നല്ല ലൈറ്റ് ഒന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ കൊടുക്കാണ്ട് ഓറഞ്ച് ആക്കി. ഓറഞ്ച് ആക്കി. അപ്പൊ അവിടെ ഒരു കളർ കിട്ടും. ഇത് ഈ ഭാഗമുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ ആ കോയിന്റെ അതിന്റെ ബാക്ക് സൈഡ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ അവിടെ ആദ്യം ഓറഞ്ച് കൊടുക്കും. ഓറഞ്ച് കൊടുത്തിട്ട്
റെഡ് കൊടുക്കുക. അപ്പൊ ഈ മുകൾ ഭാഗത്ത് ഇവിടെ വെളിച്ചം തട്ടുന്നുണ്ട്, അപ്പൊ അവിടെ ബ്ലാക്ക് സൈഡ് ആണ്, പക്ഷെ അവിടെ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിരിക്കും. അടിഭാഗത്ത് പക്ഷെ ഡാർക്ക് ആയിരിക്കും. അപ്പൊ ഇവിടെ വെളിച്ചം തട്ടുന്ന ഈ ഇതളിന്റെ ബ്ലാക്ക് സൈഡ് ആണ്, അതുകൊണ്ട് അവിടെ കളർ ലൈറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഓറഞ്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ റെഡ് കൊടുക്കും. അപ്പൊ ഓറഞ്ച് റെഡിന്റെ ലൈറ്റ് ആക്കും. എന്നാൽ ഇവിടെ നമ്മള് റെഡ് കൊടുത്ത് ഓറഞ്ച് ഉണ്ട്, നമുക്ക് അവിടെ ഡാർക്ക് വേണം. അപ്പൊ ഓറഞ്ചിനെ ഡാർക്ക് ആക്കാൻ എന്ത് വേണം? ബ്രൗൺ കൊടുക്കും. അപ്പൊ ഈ അടിഭാഗത്ത് ബ്രൗൺ കൊടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഏറ്റവും അതിന്റെ താഴ്ഭാഗത്തായി ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ താഴ്ഭാഗത്തുള്ള ആ ഓറഞ്ചിനെ ഇങ്ങനെ റെഡിനെ ഇങ്ങനെ ഉണ്ടാക്കുക, ഡാർക്കാക്കിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ലൈറ്റ് ആക്കിയിട്ട് വെക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഡാർക്ക് മുകളിലേക്ക് വരുമ്പോഴുണ്ടാവും അത് ഇങ്ങനെ ബ്രൗണിന് നമ്മള് ആ പ്രസ് ചെയ്യുന്നത് മെല്ലെ പുറത്ത്. ഇവിടെ നമ്മൾ നന്നായി അമർത്തി വരച്ചു. അപ്പൊ ബ്രൗൺ റെഡിന്റെ കൂടെ നന്നായിട്ട് ചേർന്നു. അപ്പൊ അവിടെ നല്ല കടും കളർ കിട്ടി. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ അമർത്തുന്നതിനെ പുറത്ത്, അപ്പൊ അത് ലൈറ്റ് കളറായിട്ട്. അപ്പൊ അങ്ങനെ ഒരു കളർ അവർക്ക്. ഇനി അതിന്റെ ഇവിടെ ഇത് പച്ച കളറായി, ആ ക്യാപ്പ് പോലെയുള്ള ഭാഗം പച്ചയായിരിക്കും. പച്ച പറഞ്ഞ കളറ് നമ്മള് ചുവപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പച്ച എന്ന് പറഞ്ഞ കളറ്. ഈ പച്ച പറഞ്ഞ കളർ ഉണ്ടാവുന്നത് ഈ രണ്ട് കളറും ചേർന്നില്ല, നീലയും മഞ്ഞയും ചേരുമ്പോഴാണ് പച്ച ഉണ്ടാവുക. പിന്നെ നമ്മുടെ അടുത്ത് ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന പച്ച ഉണ്ട്. അപ്പൊ ഈ പച്ച ഈ നടുവില് വെച്ച് കഴിഞ്ഞാൽ പച്ചനെ ലൈറ്റ് ആക്കാനും പച്ചന്റെ കൂടെ മഞ്ഞ ചേർത്താൽ മതി. പച്ചനെ ഡാർക്ക് ആക്കാൻ പച്ചന്റെ കൂടെ നീല ചേർക്കാം. പച്ച മഞ്ഞ ചേരുമ്പോ പച്ച ലൈറ്റ് ആവും, നീല ചേരുമ്പോൾ പച്ച ഡാർക്ക് ആവും. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇതിന് മഞ്ഞ കളർ പച്ചയാണ് കളറ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ മഞ്ഞ കളർ കൊടുക്കും. മഞ്ഞ പിടിക്കും. ഇതൊരു കണ്ടില് നിങ്ങൾ വരച്ച കണ്ടിൽ ഇങ്ങനെ വീലുണ്ടെങ്കിൽ കളർ കൊടുക്കാൻ വീലുണ്ടെങ്കിൽ കളർ കൊടുക്കുക. നിങ്ങള് ഓയിൽ പേസ്റ്റിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കണ്ണിന് വീതിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കളർ കൊടുക്കണ്ട. കാരണം ആ കണ്ണ് പുറത്തേക്ക് കളർ പോകും. പിന്നെ അത് ഇറേസ് ചെയ്യാൻ പ്രയാസമായി. ഓയിൽ പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആ കണ്ടിലും ഈ കണ്ടിലൊന്നും നിങ്ങൾ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് കളർ കൊടുക്കണ്ട. അത് ഇതായിട്ട് പുറത്തേക്ക് കണ്ടിന്റെ തിക്നെസ് കൂടിയിട്ട്. കളർ പെൻസിലാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ നിബായതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മഞ്ഞയാണ് കൊടുത്തത് ഇതെവിടെ. അപ്പൊ ഈ വരുന്ന വെളിച്ചം ഇവിടെയും തട്ടും. അപ്പൊ ഈ പച്ച എന്ന് പറയുന്നതിന്റെ കളറില് മുകൾ ഭാഗത്ത് വെളിച്ചം തട്ടുമ്പോൾ ലൈറ്റ് പച്ച ആവും, അടിഭാഗത്ത് വെളിച്ചം കുറവായിരിക്കും, ഇരുട്ടായിരിക്കും. അപ്പൊ അവിടെ ഡാർക്ക് പച്ചയാവും. അപ്പൊ ഇപ്പൊ നമ്മള് മഞ്ഞ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പച്ച എന്ന് പറഞ്ഞ കളറിനെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞ ചേർക്കുന്നത്. പച്ച എന്ന് പറഞ്ഞ കളറിനെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ചേർക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ മഞ്ഞ കൊടുത്തിട്ട് അതിന്റെ മേലെ എന്ത് ചെയ്യാം, പച്ച കൊടുക്കുമ്പോൾ മഞ്ഞേന്റെ മേലെ പച്ച കൊടുക്കുമ്പോ പച്ചയില് മഞ്ഞ ചേർന്ന് അപ്പൊ ലൈറ്റ് പച്ച. അതിനാണ് ആദ്യം മഞ്ഞ കൊടുത്തിട്ട് പിന്നെ പച്ച സുഖിട്ട് കഴിഞ്ഞാല് മഞ്ഞ ചേർന്ന പച്ചയാണ്, അപ്പം ലൈറ്റ് പച്ചയാണ്. ഇനി നമുക്ക് ഇതില്
ഡാർക്ക് പച്ച വേണം. അപ്പൊ പച്ചയിൽ എന്ത് ചെയ്യുക, നീല ചേരുക. നീല ചേർത്ത് കഴിഞ്ഞാല് പച്ച ഡാർക്ക്. അപ്പൊ ഈ സൈഡില് അടിഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് അമർത്തി ഡാർക്ക് കൊടുത്തിട്ട് മുകളിലേക്ക് അതിനെ മെല്ലെ കുറച്ച് കൊണ്ടുവരും. അപ്പൊ ഒരു സൈഡില് ഡാർക്കും ഒരു സൈഡില് ലൈറ്റും ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ ഈ കണ്ട് ഇതിന്റെ കളറ് റെഡ് ആണ്. ഇവിടെ നമുക്ക് ലൈറ്റ് കളറൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാവും. നിങ്ങൾ വരച്ച് വളരെ ചെറുതായിട്ടായിരിക്കും. അപ്പൊ ഇനി ഉണ്ടാവും, റിസ്ക് എടുക്കണ്ട. അവിടെ ഒരു ചുവന്ന വര വരച്ചാൽ ഒരു വര വരയ്ക്കാനുള്ള സ്ഥലം ഉള്ളൂ. അതിന് അത്രയും നേർത്തതാണ്. അപ്പൊ അവിടെ ഒരു വര മാത്രം വരും. ഇനി ഇതിന് റെഡ് കളർ, അതിന് യെല്ലോ കളറിന് നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഈ ഡോട്ടുകൾക്ക് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളർ പിന്നെ നമ്മൾ പറഞ്ഞു പച്ച, അതിന്റെ കപ്പിന്റെ കളർ പറഞ്ഞു അത് പച്ചയാണ്. കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യാം, നമ്മള് ഇതിന്റെ ലാസ്റ്റില് ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഈ ചിത്രമില്ലാത്ത ഭാഗത്ത് ചിത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലവർ ഒരു വെയിലത്ത് നിൽക്കുന്നത് പോലെ, സൂര്യന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന പോലെ തോന്നും. അല്ലെ അതിനൊരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് വെളിച്ചം തട്ടുന്നുണ്ട് എന്ന് തോന്നും. അപ്പൊ അങ്ങനെ തോന്നണം നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങള്. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്കതിന് ശരിക്കുള്ള പോലെ തോന്നും. എല്ലാ ഭാഗത്തും ഒരേ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ, ചിത്രം വരയ്ക്കുമ്പോ ഇങ്ങനെ ഭാഗത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഷെയ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെയ്ഡ് അത് തന്നെയാണ് ഇത്. അത് പെൻസിൽ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഷെയ്ഡ് എന്നാ പറയാ. കളർ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഷെയ്ഡ് ഇതിനകത്ത് ഇങ്ങനെ വ്യത്യാസം കാണിക്കും. പെൻസിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് അമർത്തിയിട്ട് നല്ല കളർ കൊടുക്കും. ലൈറ്റുള്ള ഭാഗത്ത് ലൈറ്റ് ആയിട്ട് കൊടുക്കും. കളർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കളറിൽ കൊണ്ട് ലൈറ്റ് കളർ, കളറിന്റെ ഡാർക്കും വെച്ചിട്ട്
നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പറയും. അത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലെ? ഫിനിഷായോ? അത്ര പെട്ടെന്ന് അല്ലേ? അവര് ഈസി ആയിരുന്നു അല്ലെ? ഈസിയാണോ? ശരി, അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ നിങ്ങള് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്ന് നിങ്ങൾ അത് പെയിന്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടുവോ? അയ്യോ, വരക്കണ്ട എങ്ങനെ കാണിച്ചാലാ? പെയിന്റ് ചെയ്യാൻ പറ്റൂല. പെയിന്റ് ചെയ്യുന്നത് പെയിന്റ് പറ്റും. ഇത് നമ്മൾ ചെയ്തില്ലേ? ഇതേപോലെ വേറൊരു ഫ്ലവർ അയച്ചു തരാം. അപ്പൊ നിങ്ങൾ അതിനെ ഫ്ലവറിന്റെ ഫോട്ടോ ആണ്, ശരിക്കുള്ള ഫ്ലവറിന്റെ ഫോട്ടോ ആണ് അയച്ചു തരാ. അപ്പൊ അതെന്ത് ചെയ്യാ, നിങ്ങൾ വരച്ചിട്ട് ഗ്രൂപ്പിലിടണം. ആ, ഏത്? അത് പിന്നെ ഞാൻ ഇന്ന് ഇടും. പിന്നെ നിങ്ങള് കഴിഞ്ഞ അപ്പ അയച്ചാൽ മതി. എപ്പോഴാ കഴിയുന്നെന്ന് വെച്ചാൽ അപ്പ അയക്കും. ചെറിയ ഒരു ഫോട്ടോ. ശരി. അപ്പൊ ആരാ ലേറ്റായി വന്നു പറഞ്ഞത്? ആരായിരുന്നു? ആ, എന്താണ്? ശരി, അപ്പൊ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. കളറ് പിന്നെ എന്താ പറയാൻ സമയം ഉണ്ടാവില്ല. വരയ്ക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. വരയ്ക്കുന്നത് നമ്മള് മലയാളത്തില് ദാ എന്ന് പറയുന്ന അക്ഷരമല്ലേ, ആ അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വരച്ചത്. ഇങ്ങനെ അതിനെങ്ങനെ പറഞ്ഞ് ചടിച്ചിട്ട് എഴുതുക. ദാന്ന് എഴുതുന്നത് പോലെ ഇങ്ങനെ എഴുതും. നിങ്ങള് കഴിഞ്ഞവര് പോവാട്ടോ. വരച്ചു കഴിഞ്ഞവര് ഫസ്റ്റ് കണ്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പോവാം. ഇത് ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെ ദാന്ന് എഴുതിയതിന് ശേഷം ചെയ്യാം. ഓക്കെ, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അത് ഈ ദാനെ നമ്മളൊരു മാലയിൽ കോർക്കുന്ന പോലെ, ഒരു നൂല് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ ദാനെ ഒരു നൂലിൽ കോർത്ത പോലെ നമുക്ക് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇവിടുന്ന് ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് ലൈന് വരച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു അടയാളം ഇടുക, ഇവിടെ ഒരു അടയാളം, ഇവിടെ ഒരു അടയാളം. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു വളഞ്ഞ വരയ്ക്കുക.
ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ ഒരു വളഞ്ഞ വര. പിന്നെ ഇതിന്റെ പുറകിലേക്ക് ഈ വളഞ്ഞ വര ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോൺ എഴുതിയ പോലെ നമുക്കൊരു ഷേപ്പ് എടുത്ത് ഇവിടെ അതേപോലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ഓൺ എഴുതിയ പോലെ ഒരു ഷേപ്പ്. ഇനി എന്ത് ചെയ്യാ, ഇതിന്റെ അടിയിലില്ലേ ഇവിടെ ഇതിനെ ഇങ്ങനെ ആക്കാം. ഇങ്ങനെ 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 പിന്നെ ഇവിടെ അതുപോലെ ഇങ്ങനെ വരും. ഇനി അതിന് പിന്നെ ഒരു വാല് വരയ്ക്കാന് ഇവിടെ നമ്മളിങ്ങനെ ഈ ക്രിസ്മസ് പൂപ്പന്റെ പോലത്തെ ഒരു തൊപ്പി വരും. ഇങ്ങനെ ഒരു ക്യാപ്പ്. പിന്നെ ഇങ്ങനെ ഒരു വാല് വരയ്ക്കും. ഇങ്ങനെ ഒരു വാല്. പിന്നെ ഇവിടെ എന്ത് ചെയ്യാ, ഇവിടെ ഇങ്ങനെ 1 2 3 ഇങ്ങനെ മൂന്ന് കഷ്ണാക്കിട്ട് ആ കപ്പിനെ മൂന്നായിട്ട് ഇങ്ങനെ കഷ്ണാക്കും. ഇനി ഇതിന്റെ ഈ വാല് വരയ്ക്കണം, താഴേക്കുള്ള വാല്. താഴേക്കുള്ള വാല് കഴിയുന്ന താഴേക്ക് വാല് വരയ്ക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇതുപോലെ ഒരു സൈഡ് അപ്പുറത്തുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അപ്പുറത്തുള്ള ഇതിന്റെ ആ ഒരു ഷേപ്പാണ് ഇവിടെ ഈ ഷേപ്പ് പോലെ അപ്പുറത്ത് രണ്ട് കളർ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഷേപ്പാണ്. ഇനി അവിടുന്ന് ഈ വാലിങ്ങനെ വരും. പിന്നെ പിന്നെ അതിന്റെ അറ്റത്ത് 3 എന്താ പറയാ മുത്തുകളുള്ള പോലെ വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു 5-6 ലൈൻസ് അപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ ഇത്രയും. ഓക്കെ, അപ്പൊ ഇനി കളർ ചെയ്യൂലേ? അപ്പൊ ശരി. എന്ത് ഗ്രീന്? ഡാർക്ക് ഗ്രീനോ? ഇല്ല ഇല്ല ഇല്ല. ആ
ഫുള്ളായോ? ഫുള്ളായാല് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. എന്താ എന്താ പറഞ്ഞ? ആ കട്ടാ.